പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമരിയക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. പരിശുദ്ധാത്മാവിലാണ് സുവിശേഷം വായിക്കുന്നുണ്ടെങ്കിൽ ആത്മാവ് അവനോട് പറയും, ഇത് നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനാണ്. ഇവൻ്റെ കയ്യിരിക്കുന്ന വെള്ളവും ഇവൻ്റെ കയ്യിരിക്കുന്ന വീഞ്ഞും എണ്ണയുമാണ് നിന്നെ ആത്മാവിനെ പൂരിതമാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ. ഇവനെന്താ പറയണത്? ആ സത്യസൂക്ഷിപ്പുകാരനോട് പറയുന്ന വാക്കുണ്ട്. എന്താ പറയണത്? എന്തെങ്കിലും കൂടി ചിലവാകണമെങ്കിൽ അതാരോട് പറയണതാ? ആരെല്ലാം കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നുവോ അവനോടെല്ലാം ദൈവം പറഞ്ഞ വാക്കാണ്, നിന്റെ സഹോദരന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, അപ്പന് വേണ്ടി, അയൽവാസിക്ക് വേണ്ടി, നിന്റെ ശത്രുവിന് വേണ്ടി പോലും എന്തെങ്കിലും കൂടി നിന്റെ കയ്യിൽ ചിലവാകണമെങ്കിൽ എൻ്റെ ദൈവവേദനെ അത് സൗജന്യമല്ല, ഐ വിൽ റീപേ ഇറ്റ്, ഞാനത് തിരിച്ചു തരും. എപ്പോഴാണ്? ഞാൻ വരുമ്പോൾ വരണവരെ നീ കാത്തിരിക്കണം. കൈയടിച്ച് കർത്താവ് നിത്യതയിൽ അവസാനം ഈശോ വരുന്നത് വരാണ് ആ വിഷയം. നമ്മളെല്ലാം ഈ സൽപ്രവൃത്തികളും കൃപാവര പ്രവൃത്തികളും ചെയ്യണത് എന്തുകൊണ്ടാണ്? അവൻ മഹത്വരാജനായി വീണ്ടും വരുമ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ സൂര്യസ്വഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സ്വർഗീയ വിരുന്നിലെ സ്വർഗീയ ജെറുസലേമിലെ മണവാളിൻ്റെ കൂടെ സഭയാകുന്ന മണവാട്ടി നിത്യമായ ബാങ്കറ്റ് ആൻഡ് ഫീസ്റ്റിൻ്റെ സെലിബ്രേഷൻസിന് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരുക്കിയാണ്. കൈയിടിച്ച് കർത്താവ് കൂടിപ്പോയെന്നൊന്നും പറയരുത് കേട്ടോ. അപ്പനെയും അമ്മനെയും അയൽവാസികളെയൊക്കെ സഹായിച്ചതിൽ കൂടിപ്പോയെന്നൊന്നും പറയരുത്. കൂടിപ്പോയാൽ എന്തെങ്കിലും കൂടുതൽ ചിലവായാൽ എന്താണ്? ഞാൻ തിരിച്ചു വരുമ്പോഴേ അത് നിത്യതയ്ക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ്. കൈയടിച്ച് കർത്താൻ നമ്മൾ പറയുന്ന അയാൾ ആ മുറിവിലൊഴിച്ച എണ്ണയില്ലേ, ആ സമരക്കാരൻ എൻ്റെ ആ വഴിവെക്കിൽ മൃതപ്രമായി കിടന്ന മനുഷ്യൻ്റെ വ്രണങ്ങൾ എന്താണ് ഒഴിച്ചത്? എണ്ണയും വീഞ്ഞും. അതാണ് ഈ സൽപ്രവൃത്തികളെന്ന് പറയണത്. മനസ്സിലായില്ലേ? നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളുടെ പ്രതീകാത്മകമായ സുവിശേഷ വചനമാണ് എണ്ണയും വീഞ്ഞും എന്ന്. ചില സമയത്ത് നമ്മൾ അതുകൊണ്ടാണ് ഈശോ പറയണത്, ഒരു ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും പക്ഷെ വിവരം ഉണ്ടാകത്തില്ലെന്ന്. ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും മനുഷ്യന്മാരുടെ കൂട്ടത്തിലേ. സാധാരണ മനുഷ്യരുമുണ്ട്, കുറച്ച് ബുദ്ധി കൂടിയ ആൾക്കാരുണ്ടല്ലോ. അപ്പം അവരെല്ലാം ചെയ്യണത് നമ്മളെന്ത് കൊടുക്കുന്നു, നമുക്കെന്ത് കിട്ടുന്നു, അതിനൊരു അംശം അങ്ങോട്ട് കൊടുക്കുന്നു. നമ്മളൊരു ദൈവമായിട്ടൊരു ബിസിനസ്സിലാണ് നമ്മൾ ചെയ്യണത്. കാരണം നമ്മൾ പറയും അനിയത്തിയുണ്ട്, ചേട്ടത്തിയുണ്ട്, ചേട്ടനുണ്ട്, അവരൊക്കെ ഈ അമ്മ പറ്റത്തില്ലേ, പിന്നെ എനിക്ക് മാത്രം എൻ്റെ ബെഡയ്ക്ക് എന്ത് മാത്രം അമ്മ വന്ന് അത് മറ്റേ കണക്ക് പറയില്ലേ. മിണ്ടാണ്ടിരിക്കാനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അപ്പം ഉള്ളത് ചെയ്തത് പോലും ഇല്ലാണ്ടാവും.
നമ്മൾ ഉടനെ പറയത്തില്ലേ, ആശുപത്രി പോയി നിൽക്കുമ്പോൾ, അമ്മയുടെ കൂടെ ആശുപത്രി പോയി നിൽക്കുമ്പോൾ പറയത്തില്ലേ, ഞാൻ മാത്രമുള്ള അനിയത്തിയുണ്ട്, അവൾ വന്ന് നിൽക്കണില്ല, അവൾ ടീച്ചറാണ്, മൂർത്തി ചേടുത്തിയുണ്ട്, അവിടെ കാനഡയിൽ പോയിരിക്കുകയാണ്, അവളിങ്ങനെ വരത്തിരിക്കുക, പിടിക്കത്ത് പോയില്ല, ഞാൻ മാത്രമാണ്, എൻ്റെ പള്ളിക്കാണ് എല്ലാം കിടക്കണമെന്ന്. എൻ്റെ മക്കളെ, നിങ്ങൾ നിത്യതയിൽ നിനക്ക് ഓഹരി കിട്ടാൻ വേണ്ടി കർത്താവ് നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് നിനക്ക് ഈ വിഷയം ഏൽപ്പിച്ചിരിക്കുന്ന ആരാണ്? ക്രിസ്തുവാണെന്ന് കരുതാത്തോളം കാലം നിനക്കൊരിക്കലും കൃപയായി ജീവിക്കാൻ പറ്റത്തില്ല. അവരെ ഒരിക്കലും കമ്പയർ ചെയ്യരുത് ഒരു വിഷയത്തിന്. ഇവിടെ എന്താ പ്രശ്നം? ചിലർക്ക് എണ്ണ ഉണ്ട്, ചിലർക്ക് എണ്ണയില്ല, അത്രേ ഉള്ളൂ. ഒരപ്പൻ്റെ അമ്മയുടെ മക്കളായിരിക്കാം, ചിലർക്ക് എണ്ണ കയ്യിലുണ്ടാകാം, ചിലർക്ക് കയ്യിൽ എണ്ണ ഉണ്ടാകത്തില്ല. അതാണ് പ്രശ്നം. അവരെ കുറ്റം പറഞ്ഞ എന്താ കാര്യം? അവരെണ്ണ വാങ്ങാൻ പോയിരിക്കുകയല്ലേ, അപ്പം മണവാളം വരും. പരിപാടി തീർന്നില്ലേ? വായിച്ച് 25:4 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 25:4 മത്തായിയുടെ സുവിശേഷം. ഹല്ലേലൂയ ഹല്ലേലൂയ. മത്തായി 25:4 വിവേകമതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. ഇപ്പൊ വിളക്ക് മാത്രം എടുത്തിട്ട് കാര്യമില്ല. ചില ആൾക്കാർ വചനം മാത്രമുണ്ട്, വിളക്കുണ്ട്, എണ്ണയില്ല. അതാണ് പ്രശ്നം. വിളക്ക് ഈ 10 കന്യകമാരുടെ കയ്യിലും വിളക്കുണ്ടേ. എല്ലാവരും ഈ വിശ്വാസത്തിൽ വിളക്കിൽ തന്നെ വിശ്വസിക്കണത്. പക്ഷേ സംഭവം കത്തത്തില്ല. വചനം കത്തിക്കണമെങ്കിൽ എന്ത് വേണം? എണ്ണ വേണം. അതിനെന്ത് വേണം? മനസ്സലിവ് വേണം. മറ്റാൾ എണ്ണ പെരട്ടിയതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. അയാൾക്ക് സമരക്കാർ എണ്ണ പെട്ടുന്നപ്പോൾ എന്താ സംഭവിച്ചത്? മനസ്സലിഞ്ഞ്. അല്ല, ജോസഫ് ചമ്മന്തിയുടെയല്ല എണ്ണ പെരട്ടിയത്. നിങ്ങൾ പല ആൾക്കാർ എണ്ണ പെട്ടണ ഉടമ്പടി എടുത്തതുകൊണ്ടാണ് സൽപ്രവൃത്തി കാണിക്കണത്. അതല്ല, മനസ്സലിയണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി. ക്രിസ്തുവിനെ പ്രതി മനസ്സലിയുമ്പോൾ ആണ് അത് ക്രിസ്തുവിൻ്റെ കൃപാവര പ്രവൃത്തിയായിട്ട് മാറണത്. അല്ലെങ്കിൽ അത് ഉടമ്പടി പ്രവൃത്തിയായിട്ട് കേവലമായിട്ട് മാറുകയും അല്ലാതെ വരിക സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? 10 കന്യകമാരുണ്ടായിരുന്നു. അതിൽ ചിലർ 5 പേര് പാത്രങ്ങളിൽ എണ്ണ എടുത്ത് വേറെ എക്സ്ട്രാ ആയിട്ട് എടുത്തു. ചെറിയ വിളക്ക് മാത്രം കൊണ്ടുവന്നു. പക്ഷേ എന്താ പറയുക, അവസാനം ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നീ എൻ്റെ ചേടുത്തിയല്ലേ, നിൻ്റെ സൽപ്രവൃത്തി കുറച്ച് ഇങ്ങോട്ട് തരാൻ പറഞ്ഞാൽ തരാൻ പറ്റത്തില്ല. അതാ വിഷയം. അത് അവസാനമേ മനസ്സിലാകത്തുള്ളൂ. നീ എൻ്റെ അനിയത്തിയല്ലേ, നമ്മൾ രണ്ട് ഒരു വയറ്റിൽ പെറ്റതല്ലേ, നീ എൻ്റെ ഭർത്താവല്ലേ, നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൽപ്രവൃത്തികൾക്ക് കൃപ കൈമാറ്റാൻ, അനുഗ്രഹം കൊടുക്കാൻ പറ്റുമായിരിക്കും, കൃപ കൈമാറാൻ പറ്റത്തില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അല്ലാതെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഭാര്യ പള്ളിയിൽ പോകണ്ടല്ല, പിന്നെ എനിക്ക് വേണ്ടി കൂടി നീ പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അനുഗ്രഹം ഓക്കെയാണ്, കൃപ ഓക്കെയല്ല. അത് നീ തന്നെ കർത്താവിൻ്റെ നാമത്തെ സ്വീകരിച്ച് ദൈവസ്നേഹത്തോട് നിൻ്റെ ആത്മാവിൽ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അവിടെ പങ്കുകാരില്ല. അതാണ് പറയണത്. ആ കന്യകമാരോട് പറയുന്നത് കേട്ടല്ലേ, ഞങ്ങൾ തരത്തില്ല, തന്നിട്ടും കാര്യമില്ല. കാര്യം എന്താ? ഞങ്ങൾക്ക് നിങ്ങൾക്ക് തികയാതെ വരും. പറ്റും. പക്ഷേ കൃപയ്ക്കൊരു പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തികയാതെ വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അത് കൈമാറ്റം ചെയ്യാൻ പറ്റാത്തത്. കൃപ കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് നീ 10 പത്രം കൂടുതൽ കൊടുത്താൽ അതിൻ്റെ കർത്താവിൻ്റെ നാമത്തിലാണ് കൊടുത്തിരിക്കണമെങ്കിൽ അതിൻ്റെ കൃപ നിനക്കാണ് ലഭിക്കണത്. അതുകൊണ്ട് ഇവിടെ വെച്ച് നീ കൃപയുടെ കോടീശ്വരനാകാൻ നോക്കണം. കാര്യം കഠിന വചനങ്ങളാണ് ചെയ്യുമ്പോഴാണ് അതിലാണ് കൂടുതൽ കൃപ അടങ്ങിയിരിക്കുന്നത്. അതിലെല്ലാം നിത്യതയാണ് ഉദ്ദേശിക്കുന്നത്. കർത്താവ് നിത്യതയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എന്താ പ്രശ്നം? അതായത് ഇവർക്കെന്നാ പറ്റിയത് ഈ കന്യകമാർക്ക്? മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിനെന്ന് ആർപ്പുവിളിയുണ്ടായി. പക്ഷേ കന്യകമാർ എഴുന്നേറ്റപ്പോൾ കുറേ പേർക്ക് എണ്ണയില്ല. അത് പിന്നെ അവരുടനെ വാതിൽ അടക്കപ്പെടുകയാണ്. കർത്താവ് നിത്യതയുടെ കാര്യം പറയുമ്പോഴാണ് ഇതെല്ലാം അവസാനം പറയണ ഭാഗമാണ് ഇതെല്ലാം. കർത്താവിൻ്റെ ഈ യാത്രയുടെ ഈ മാനുഷികമായ അവതാര യാത്ര അവസാനിക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് പറയുന്ന ഭാഗങ്ങളാണ് മത്തായി 25 കൊണ്ടൊന്ന് ചേർത്തിരിക്കുന്നത്. ഇവിടുത്തെ മണവാളനല്ല ഈശോയാണ്. വരാൻ പോരണ വൈകുന്നതെല്ലാം അവൻ്റെ 2ാം വരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവും പറയണം മുഴുവനും. കഥകളിലൂടെ പറയണമെന്നേ ഉള്ളൂ. അപ്പോഴൊരു കാര്യം, മണവാളൻ വരാൻ വൈകിയെന്ന് കഥ പറയുന്നുണ്ട്. സെൻറ്റ് പോളിനൊക്കെ പറഞ്ഞ അബദ്ധം
വൈകി ഇത്തിരി കൂടി പരിശുദ്ധാത്മാവ് ഉണ്ടാച്ചെങ്കിലേ കർത്താവ് വരാൻ വൈകുമെന്ന് മനസ്സിലാകുമായിരുന്നു. ശരിക്കും അവരിപ്പോൾ വരും എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യകാലങ്ങളിരുന്ന് ഇപ്പോൾ വരും കർത്താവ്, ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. അതിൻ്റെ വചനങ്ങളുണ്ട് ഇപ്പോൾ വരുന്നത്. പക്ഷേ വരാൻ വൈകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. 10:25 മണവാള ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് പരൂസ്യ എന്നും പറഞ്ഞ ആദിമസഭയെ കുറേ കാലം വിശ്വസിച്ചതാണ്. അതായത് ഇപ്പം കർത്താവ് വരുമെന്ന്. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് മണവാളൻ വരാൻ വൈകും. അതാണ് മണവാളനെ കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പോൾ എന്നാ പറ്റിയിരിക്കണത്? എത്ര വൈകിയാലും നമ്മുടെ കയ്യിൽ എന്തുണ്ടാകണം? കൃപയുണ്ടാകണം. നമ്മുടെ കയ്യിൽ കൃപയുണ്ടാകണം. നമുക്ക് കൃപാവര പ്രവൃത്തികളുണ്ടാകണം. അതുകൊണ്ട് എന്താണ്? ജാഗ്രതയുണ്ടാകണം ഈ വിഷയത്തിൽ. ഉടമ്പടി നിങ്ങളെ ഉയർത്തണം അങ്ങനെയാണ്. പക്ഷെ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവസംഘത്തോടെ ചെയ്യണമെന്നാണ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ ചുരുക്കം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും എഴുന്നേൽക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെയും സന്തോഷത്തോടെയും പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഈ സമയം ഒരു വല്ലാത്ത സമയമാണ്. കർത്താവിൻ്റെ കൃപ അനേകം മക്കളിലേക്ക്, എല്ലാം രാജ്യങ്ങളിലേക്കും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവരെ സഹായിക്കുന്ന കൃപയാണ്. അത്തരം സാക്ഷ്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആരാധന നടക്കുന്ന സമയം, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയം, ദുരന്തം ഉണ്ടാകാൻ പോകുന്ന പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ സമയം, ജീവിത ദുരന്തങ്ങൾക്കെല്ലാം പ്രതിവിധി പ്രാർത്ഥനയാണെന്ന് നമ്മൾ പറഞ്ഞത് പരിശുദ്ധ അമ്മയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമായിട്ടാണ് നമുക്ക് ഉടമ്പടി പ്രാർത്ഥന ദൈവം നൽകിയത്. അതാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോഴ്. ഉടമ്പടി ഒരു പ്രവർത്തനം മാത്രമല്ല, ഒരു ജീവിതമാണ്. കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ഈശോ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. കർത്താവേ, കർത്താവേ, നിന്റെ തിരുമുൻപാർന്ന് വലതുകരം, ആണിപ്പോഴാണെന്ന് അത്ഭുതകരം ഓരോ മകന്റെ മേലും മകളുടെ മേലും ഇപ്പൊ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിപ്പിടർ പോലെ, വൈദ്യാഘാതം പോലെ, ദൈവിക ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. രോഗികളായ എല്ലാ മക്കളെയും തിരുത്താൽ കഴുകി സൗഖ്യം നൽകണമേ, സൗഖ്യം നൽകണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു മകനെപ്പോലും മകളെപ്പോലും തന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന്, നാമം വിളിച്ചപേക്ഷിക്കുന്ന ഒരു മകനെപ്പോലും കർത്താവ് ഒഴിവാക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് രോഗമുള്ളിടത്ത് കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിൻ്റെ അടയാളത്തില്, ദൈവത്തിൻ്റെ ശക്തിയാൽ, ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. കർത്താവേ, നിന്റെ ശക്തി ഒഴുക്കണമേ. കർത്താവേ, നിന്റെ രക്തം ഒഴുക്കണമേ. കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എല്ലാ പേശികളിലും, കൊശങ്ങളിലും, അസ്ഥികളിലും, സന്ധികളിലും വാതരോഗങ്ങള്, പിസ്തുല രോഗങ്ങള്, പിസ്വഡ് രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, കരരോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ബ്രെയിൻ അസുഖങ്ങള്, യേശു ക്രിസ്തുവിന്റെ നാമത്തില്
മാരകരോഗങ്ങൾ, ത്വക്ക് രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മഹത്വം, ആരാധന, ആരാധന. എന്നിൽ നിറയണമേ നാഥാ, സൗഖ്യം നൽകണമേ നാഥാ, എന്നിൽ നിറയണമേ നാഥാ, സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും സ്വർഗ്ഗത്തിലെ പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അടുപ്പിണറിന്റെ സൗഖ്യത്തിന്റെ സമയമാണിത്. ദൈവികമായ കൃപ നമ്മളിലെ ഓളം വെട്ടുന്ന സമയമാണിത്. കർത്താവ് ഒരു മനുഷ്യനെ പോലും കണ്ണീരോടെ വരും കൈയോടെ പറഞ്ഞു വിടത്തില്ല. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്. ഞാനവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞേക്കുമെന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനം ഇപ്പോൾ നിന്നെ ആശ്വസിപ്പിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യം നൽകണമേ വരണമേ, വരണമേ, എന്നിൽ നിറയണമേ നാഥാ, വരണമേ, സൗഖ്യം നൽകണമേ. കൈകൾ കൂപ്പിക്കൊണ്ട് കർത്താവിനെ തന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിവാഹം ഒത്തുവരാത്ത മക്കള്. കൈകൾ കുപ്പി കണ്ണുകൾ തുറന്ന് കർത്താവിനെ നോക്കിക്കൊണ്ട് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ വിവാഹം ഒത്തുവരാത്ത മക്കൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, പരസ്പരം വിഘടിച്ച് വഴക്കിട്ട് അകന്നുപോയി കോടതി കേസാകാൻ പോകുന്ന ദമ്പതികൾ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വീട് സ്ഥലവുമില്ലാത്തവര്, മക്കൾ വിദേശങ്ങൾ പഠിക്കാൻ പോയിട്ട് അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റാതെ നിൽക്കുന്നവര്, അവർക്ക് ജോലി കിട്ടാത്തവര്, PR കിട്ടാത്തവര്, അവർക്ക് വാടക വീട് പോലും കിട്ടാതെ അലയുകയും ഇപ്പോഴും ഇവിടുന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നവര്, നാട്ടിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവര്, വളരെ സാമ്പത്തികമായ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവര്, സ്ഥലം വിൽക്കാനുള്ളവരെ വിൽക്കാൻ പറ്റാത്തവര്, രക്ഷപ്പെടാനോ വീട് സ്ഥലവും പോലും ഇല്ലാത്തവര്, എല്ലാം കൊണ്ട് തരിപ്പണമായി ഞെരിഞ്ഞവരുന്നവരെ മാതാവേ, അമ്മ മാതാവേ, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഉടമ്പടി നൽകിയ അമ്മ, പരിശുദ്ധ അമ്മ ദേവമാതാവേ, ഈശോയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എന്തെല്ലാം വിധത്തിൽ ആരെല്ലാം ഏതെല്ലാം വേദന അനുഭവിക്കുന്ന സഹായിക്കാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത അവസ്ഥകൾ ദൈവത്തിന്റെ കരുണ, അമ്മയുടെ പ്രത്യേക കാരുണ്യം ആദ്യത്തെ യേശു നാമത്തിൽ നിന്നെ വിടുതൽ പ്രാപിക്കുകയും സൗഖ്യപ്പെടുകയും ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ. സൗഖ്യം നൽകണമേ എന്നിൽ നിറയണമേ നാഥാ, വരണമേ, സൗഖ്യം നൽകണമേ. മുട്ടി നിൽക്കുക. മൗനപ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, എൻ്റെ മക്കളുടെ സ്വകാര്യ കാര്യങ്ങൾ കണ്ണീരുടെ മതാന്റെ മധ്യശീശയ്ക്ക് സമർപ്പിക്കുക. ഓൺലൈനിലുള്ളവർ ഇപ്പോഴത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ